പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാ പുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 23 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്രയിൽ ദൈവത്തോട്, മോശയോട് പിറുപിറുത്തു. ദൈവം അവരുടെ ഇടയിൽ അഗ്നി അയക്കുന്നു. പാളയത്തിന്റെ അറ്റത്തുള്ള ചിലരെ ദഹിപ്പിച്ചു. ജനം കരഞ്ഞു. മോശയുടെ അടുക്കലെത്തി. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അവരെ അതിൽ നിന്നും വിടുവിച്ചു. എന്നാൽ വീണ്ടും ഈ സമ്മിശ്ര ജാതി പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ ഇറച്ചി, മത്സ്യം, അതുപോലെ മത്തങ്ങ, ഉള്ളി, ചിറ്റുള്ളി എന്ന് വേണ്ട ഇവയൊക്കെ കഴിച്ചു. ഞങ്ങളിനി എന്നാണ് മാംസം കഴിക്കുന്നത്? ഇറച്ചി ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? വല്ലാതെ ജനം അന്നത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് പിറുപിറുത്തു. ഇത് ഒരുപോലെ ദൈവത്തിനും മോശയ്ക്കും അനിഷ്ടമായി. മോശ ദൈവത്തോട് വളരെ സങ്കടത്തോടെ യാചിക്കുന്ന, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് പദം പറഞ്ഞ് കരയുകയാണ്. ദൈവമേ, ഈ ജാതിയെ എന്തിന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ നീ ഇവരെ വഹിച്ച് നടത്തി, ഞാനിവരെ കാത്തു. പക്ഷെ ഇതാണല്ലോ ഇവർ പറയുന്നത്, എനിക്കിനി വയ്യ, ഒറ്റയ്ക്ക് ഇവരെ സഹിക്കാൻ എനിക്ക് വയ്യ. ഇത് കേട്ട ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കൂട്ടത്തിൽ പ്രാപ്തന്മാരായ 70 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, നീ അവരുമായി സമാഗമന കൂടാരത്തിനടുക്ക വാ. അങ്ങനെ മോശയുടെ ആത്മാവിനെ അവരിലേക്ക് പകരുന്നു, കാര്യങ്ങൾ നിർവഹിപ്പാൻ ഒരുക്കുന്നു. ഒപ്പം മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ അവർക്ക് അവർ ചോദിച്ച ഇറച്ചി നൽകും. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 7 ദിവസമല്ല, ഒരു മാസം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അവര് ഇറച്ചി കഴിച്ച് ഓക്കാനിക്കുന്നത് വരെ ഞാൻ അവർക്ക് കൊടുക്കും. ഇത് കേട്ടപ്പം മോശ ദൈവത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് എന്താ ഈ പറയുന്നത്? എന്റെ കൂടെ ഇറങ്ങിയ കാലാൾ പുരുഷന്മാര് തന്നെ 6 ലക്ഷം ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുരുഷന്മാർ 6 ലക്ഷം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ഒത്ത പുരുഷന്മാർ, സകലത്തിന് യോഗ്യരായവർ. അപ്പോൾ അവരുടെ ഭാര്യമാർ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, അതൊക്കെ വേറെ. അങ്ങനെ കണക്ക് നോക്കിയാൽ ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ എല്ലാവരും കൂടെ ഉണ്ടായേക്കാം. അതിൽ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം അന്ന് ഒരു ഭവനത്തിൽ കുട്ടികളുടെ എണ്ണം
വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പേരുണ്ട്. എന്നോട് നീ പറയുന്നത് പോലാണോ ഈ ഇസ്രായേൽ ജനത്തിന് ഒരു മാസം നിരന്തരമായി ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവമേ, നീ ഓർക്കാതെ ഇവരുടെ ഈ കരച്ചിലും എന്റെ സങ്കടവും കേട്ട് നീ പറഞ്ഞതാണോ? ദൈവത്തോടുള്ള മോശയുടെ ഈ ഓർമ്മപ്പെടുത്തലിന് ദൈവം മോശയോട് പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 23-ാം വാക്യം. മോശേ, നീ എന്താ വിചാരിച്ചത്? ദൈവത്തിന്റെ കൈ കുറുതായി പോയോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനല്ലയോ? നീ ഇന്ന് കാണും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, എങ്ങനെയാണ് എന്ന്. 2025 4-ാം മാസമായ ഏപ്രിൽ 2-ാം തീയതി അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഉള്ളിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഉത്തരം കിട്ടാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. ആരോടും പറയാത്തതും പറഞ്ഞിട്ടില്ലാത്തതും നിങ്ങളെ ആകമാനം തകർത്ത് കളയുന്നതും നിങ്ങളുടെ സമാധാനം, സ്വസ്ഥത, സന്തോഷം, കുടുംബജീവിതം, ആരോഗ്യ ജീവിതം, സാമ്പത്തിക ജീവിതം ഒക്കെ താറുമാറാക്കുന്ന നിരവധി അനവധി പ്രശ്നങ്ങളും നിങ്ങളിലുണ്ട്. ഈ പ്രശ്നങ്ങളും ഭാരങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും വിഷമതകളും ഒക്കെ നിങ്ങൾ സ്വയം കടിച്ചമർത്തി ഇത് എന്റെ മരണം വരെ എന്നോട് കൂടെ ഉണ്ടാകും, ഇത് എന്നെ കൊണ്ടേ പോവുകയുള്ളൂ, ആര് വിചാരിച്ചാലും ഇതിന് മാറ്റം വരികയില്ല എന്ന് സ്വയം ശപിച്ച് സ്വയം വിധിയെഴുതി ഇപ്പോൾ ആ വിഷയത്തെയും അത് ചിന്തിക്കുന്നതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഇഷ്ടമായി, ഒരു നൊമ്പര വേദന, ഒരു സ്വപ്ന തുല്യമായി ഏറ്റെടുത്ത് അത് നിങ്ങൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒരാനന്ദമാക്കി മാറ്റി കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവ പൈതലേ, യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. പക്ഷേ ഇത് വിശ്വസിക്കണം. നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ച് സ്വയം എഴുതി വെച്ചിരിക്കുന്ന ആ ചിന്താഗതിയിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിൽ ആശ്രയിക്കണം, മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ കരുതി മാർച്ചിൽ എന്റെ വിഷയത്തിന് വിടുതൽ ഉണ്ടാകുമായിരുന്നു എന്ന്. എന്റെ മകന്, എന്റെ മകൾക്ക്, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യയ്ക്ക് വീസ കിട്ടും, ജോലിയാകും, അവൻ ശരിയാകും, അവന്റെ സ്വഭാവം മാറും, എന്റെ ബുദ്ധിമുട്ട് മാറും, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. പക്ഷേ മാർച്ച് കഴിഞ്ഞു, ഇന്ന് ഏപ്രിൽ 2 ഇപ്പോഴും എന്റെ അവസ്ഥയാണെങ്കിൽ ഇനിയും ഇത് മാറണ്ട, ഇത് ഇങ്ങനെ തന്നെ തുടരട്ടെ, ഇത് മാറാനും പോകുന്നില്ല. ഇതല്ലേ നമ്മുടെ കൺക്ലൂഷൻ? അങ്ങനെ അതിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങ് രസിക്കുകയാണ്, അതിലങ്ങ് ഇഴുകിച്ചേരുകയാണ്. സഹോദരങ്ങളെ, അതൊരു ദൈവ പൈതലിന് ചേർന്നതല്ല, ഒരു ദൈവ മക്കൾക്ക് ഭൂഷണമല്ല. കാരണം യഹോവയുടെ കൈ ഇന്നും കുറുതായി പോയിട്ടില്ല. പക്ഷേ അതിനല്പം ബുദ്ധിമുട്ടണം. മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ, കരഞ്ഞതുപോലെ,
തന്റെ ആവശ്യം പറഞ്ഞതുപോലെ ദൈവത്തോട് ഉപവസിച്ച് അഭയാചന കഴിക്കണം. അവിടെ ഇവിടെയും മധ്യസ്ഥന്മാരുടെ അടുത്ത് പോയത് കൊണ്ടായില്ല, നേർച്ച കാഴ്ചകൾ കഴിച്ചത് കൊണ്ടായില്ല, പേരിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. ഉള്ളെന്നൊന്ന് മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ തമ്പുരാൻ അതിന് പ്രതിവിധി കാണത്തക്കവണ്ണം തമ്പുരാനോട് പറയണം. മോശയോട് ദൈവം പറയുക, മോശേ നീ ആ 7 പേരെ വിളിച്ചുകൊണ്ട് വാ. മോശയുടെ ആത്മാവിനെ അവരിലേക്ക് പകർന്നു. മോശയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം മോശയിൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെ മോശയിൽ നിന്നും അവരിലേക്ക് ഷെയർ ചെയ്തു. അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തുടങ്ങി. കല്ലുപോലുള്ള കഠിന ഹൃദയരായവർ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഭർത്താവോ ഭാര്യയോ മാതാപിതാക്കളോ മക്കളോ പ്രിയപ്പെട്ടവരോ ആയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരുമ്പോൾ കല്ലുപോലുള്ള ഉള്ളം സ്വർഗത്തിലെ ദൈവം മാറ്റും. നിങ്ങൾക്കൊരു വിടുതലായി സഹായമായി തമ്പുരാൻ അവരെ മാറ്റി ഉപയോഗിക്കും. ഈ പകൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ സ്വയം വിധി എഴുതി അടിവരയിട്ട് ഒപ്പിട്ടിട്ടിരിക്കുകയാണോ? അല്ല, മാറണം. എന്റെ ചിന്താഗതി മാറണം. തമ്പുരാൻ പ്രവർത്തിക്കുവാൻ മതിയായവനാ. മോശ അതുപോലെ നിലവിളിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. ദൈവം ഒരു പ്രതിവിധി കണ്ടു. അവരിലേക്ക് ആത്മാവിനെ പകർന്നപ്പോൾ അവരൊന്നിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കാര്യം നിർവഹിച്ചപ്പോൾ മോശയുടെ ഭാരം മാറാൻ തുടങ്ങി. മോശയുടെ വിഷയം പങ്കുവെക്കാൻ തുടങ്ങി. കാര്യങ്ങൾ മാറി മറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചുമ്മുന്ന, സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, ഭാവി വിഷയം, ആരോഗ്യ വിഷയം, ഔദ്യോഗിക വിഷയം തമ്പുരാൻ ഏറ്റെടുക്കട്ടെ. അതിന്മേൽ തീർപ്പ് കൽപ്പിക്കട്ടെ. അവർ ആവശ്യപ്പെട്ടതുപോലെ ദൈവം ഇതാ കടലിന്മേൽ ഊതിയൊരു കാറ്റയച്ച് കാട് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. 2 മുഴം പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നിലത്തിരുന്നാൽ പോലും പിടിക്കത്തക്കവണ്ണം അവർ യഥേഷ്ടം പിടിച്ചു. കൊടുത്തോ പ്രിയമുള്ളവരെ? കൊടുത്തു, നന്നായിട്ട് കൊടുത്തു. അവർ ഏറ്റവും കുറവ് പിടിച്ചവൻ പോലും അവർക്ക് യഥേഷ്ടം പിടിച്ചു. ഹല്ലേലൂയ. പക്ഷേ അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു. ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ കോപം വാങ്ങി അനുഗ്രഹം മേടിച്ചിട്ട് എന്തർത്ഥം? അതുകൊണ്ട് ഈ പകൽ സ്വർഗത്തിലെ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, സഹോദര സഹോദരി, ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ല. ദൈവ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇന്നും മതിയായവൻ തന്നെയാണ്. നിങ്ങളുടെ മകന്റെ വിഷയം, മകളുടെ വിഷയം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദൂരത്താണോ? ജോലി സംബന്ധമായി ഭാരപ്പെടുന്നോ? വീസ സംബന്ധമായി ബുദ്ധിമുട്ടുന്നോ? അല്ല, കുടുംബജീവിതത്തിലെ പാളിച്ചകളോ, തലമുറയ്ക്ക് വേണ്ടിയുള്ള ഭാരമോ, കടബാധ്യതയോ, നിങ്ങളെ അലട്ടുന്ന രോഗമോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? തമ്പുരാൻ അതിന്മേൽ നീക്കുപോക്ക് തരുവാൻ ഇന്നും ദൈവത്തിന്റെ ബലമുള്ള കരം നമുക്ക് മീതെ നീട്ടുവാൻ ശക്തനും വിശ്വസ്തനുമാണ്. അതുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞ വാക്ക്, ഈ 23-ാം വാക്യം ഇന്ന് നമുക്ക് ആവർത്തിച്ചു വായിക്കാം. എന്നിട്ട് ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനത്താൽ ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി,
നിങ്ങളുടെ ഭാരങ്ങളെ നോക്കി, ആരോടും പറഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ ഏകാന്തമായ നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി ഈ വാക്യം ആവർത്തിച്ച് വായിക്കുക. എന്റെ ദൈവമേ, അവിടുത്തെ കൈ ഇന്നും കുറുതായിട്ടില്ല. ഇന്ന് ഈ വിഷയത്തിന് അവിടുന്ന് ഇടപെടണം, മറുപടി തരണം, അത്ഭുതം പ്രവർത്തിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ 5 വർഷത്തിലധികമായി എന്നോടൊപ്പം വാഗ്ദത്ത വചനമായ ജീവജലത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ലക്ഷോപലക്ഷം വിശ്വാസ സമൂഹമേ, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ. പക്ഷേ അത്ഭുതം ഒരു ശാപമായി മാറരുത്. കാരണം പിറുപിറുത്തും ചോദ്യം ചെയ്തും സംശയിച്ചുമല്ല ദൈവത്തോട് കരഞ്ഞ് മേടിക്കേണ്ടത്. ദൈവത്തോട് അപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നത് ഒരനുഗ്രഹമായി തന്നെ നിലനിൽക്കുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സർവശക്തനായ ദൈവം ഇന്ന് സാധ്യമാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ വിനയപ്പെടുത്താം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പുത്തൻ മാസത്തിന്റെ 2-ാം ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ജനമായ ഇസ്രയേലിന് മാംസാഹാരം കൊടുത്ത് പോറ്റും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു പിറുപിറുപ്പിന് പോകുവാൻ ആഗ്രഹിക്കാത്ത മോശ ഇസ്രയേൽ ജനത്തിന്റെ എണ്ണം ദൈവത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ വാക്ക് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസ മഴയായി പെയ്തിറങ്ങിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ കൈ ഇന്നും ഒന്നിനും കുറുതായി പോയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ മേൽ ചെയ്യാൻ പോകുന്ന അത്ഭുതം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്മേൽ, ഞങ്ങൾ ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന സകല വിഷയത്തിന്മേലും ആ വലിയ കരം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളത് വിശ്വാസ കണ്ടാൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ചുമ്മുവാനല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് അങ്ങയുടെ ആത്മാവിനെ പകരുകയും വിഷയം പങ്കുവെച്ച് സകലവും ലഘൂകരിച്ച് എല്ലാം ചന്തവും ഉചിതമായി പോകുവാൻ അപ്പൻ സഹായിക്കണം. എല്ലാ നന്മകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. തന്റെ ദാസനായ മോശയുടെ കണ്ണുനീരും നിലവിളിയും കേട്ട് ദൈവം ഇടപെട്ട് മറുപടി നൽകിയെങ്കിൽ സഹോദര, സഹോദരി, മാതാപിതാക്കളെ, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്മേൽ നമ്മൾ അറിയാത്ത വിധത്തിലും വഴിയിലും കൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.